കാരണം വെച്ചാൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മൂവാറ്റുപുഴത്തെ അത്താനാസിയോസ് തിരുമേനി അടുത്ത ദിവസം വളരെ ശക്തമായിട്ട് പറഞ്ഞു, അങ്ങനെ ഒരാളെയും ഒരു അധികാര കേന്ദ്രത്തെ ഒന്നും അമിതമായി അങ്ങ് അനുകൂലിക്കുകയോ അനുസരിക്കുകയൊന്നും വേണ്ട, ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ശക്തമായ ദൈവികമായ ഒരു നേതാവിനടുത്ത ഒരു പദമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, അത്തനേഷ്യസ് തിരുമേനിക്ക് വളരെ ശാരീരിക അവശതകളുണ്ട്, ശാരീരികമായി പല ബുദ്ധിമുട്ടുകളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ കൈകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, ഷിവർ ചെയ്യുന്നു. അധികാര സ്ഥാനങ്ങളുണ്ട് ഇടവകയിൽ, മേൽപ്പെട്ടക്കാരും പ്രധാന മേൽപ്പെട്ടക്കാരും എല്ലാം ഉണ്ട്. അതെല്ലാം ഉള്ള അനുസരണം ഭരണഘടന പ്രകാരം മതി. അതിനപ്പുറത്തേക്കുള്ള വിധേയത്വവും സ്നേഹവും ഒന്നും ആവശ്യമില്ല. നിർദ്ദേശം ഏത് സ്ഥാനത്ത് നിന്ന് വന്നാലും അത് ധർമ്മവിരുദ്ധവും നീതിരഹിതവുമാണ് എങ്കിൽ അത് അനുസരിക്കുവാനുള്ള ബാധ്യത ഒരു വൈദികനില്ല. തീർച്ചയായിട്ടും ഏറ്റവും വലിയ നിയോഗം ദൈവത്തിൻ്റെയാണ്. കർത്തൃഹിതമാണ് എന്ന് നിലനിൽക്കേണ്ടത്. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി അധികാര സ്ഥാനങ്ങളോടുള്ള ബന്ധം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ്. അത് ഒരു പെട്ടെന്ന് അദ്ദേഹം തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്ന നമുക്കൊന്നും അങ്ങനെ ഒരു വ്യതിയാനം പെട്ടെന്നാണ് വന്നത്. അത് ഒരു പാർക്കിൻസൺസ് രോഗത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് അത്താനാസിയോസ് തിരുമേനി ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന് സമാനമായ ലക്ഷണങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ പല മെത്രാന്മാരും ദുരൂഹമായ സാഹചര്യത്തിൽ, ഒരു മെത്രാച്ചൻ പുല്ലപ്പടി റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുകയാണ്, ദുരൂഹ മരണമാണ്. അതുപോലെ ഇതിനു മുമ്പിരുന്ന കാതോലിക്ക ബാവായിക്ക് വേണ്ട ചികിത്സകൾ കിട്ടാതെ സുതാര്യമായ ഒരു വിധത്തിലല്ല, അദ്ദേഹം വളരെ പരിമിതമായ സൗകര്യമുള്ള പരിമല ആശുപത്രി, അദ്ദേഹത്തെ സംബന്ധിച്ച് കിട്ടേണ്ട രീതിയിലുള്ള ഒരു ചികിത്സ കിട്ടാതെ, വേണ്ട വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതെ, കോവിഡിന്റെ ന്യായീകരണമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹവും അയൺ കട്ടിന്റെ മറവിൽ കാലം ചെയ്യപ്പെടാൻ നിർബന്ധിതമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ഭീതി വരുന്ന വിധത്തിലാണ്. അപ്പം അത്താനാസിയോസ് തിരുമേനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാര്യങ്ങൾ, എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ രേഖകളോ തെളിവുകളോ ഒന്നുമില്ല എന്നോട് ചോദിച്ചാൽ, പക്ഷെ ഇനി വ്യക്തികൾക്ക് സംശയിക്കാം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അത് ഒരു പക്ഷേ ഈ കൈൻഡ് ഓഫ് സ്ലോ പോയിസണിങ് ഉണ്ട്. കാരണം ഇപ്പൊ എല്ലാ കാര്യങ്ങളും സംശയിക്കണം. ലോകത്ത് പാർക്കിൻസൺസ് വന്ന് മരിക്കുന്ന ധനികരായ ആളുകളിൽ പലരും പോയിസണിങ്ങിന് വിധേയമായിട്ടാണ് മരിക്കുന്നത്. കാരണം പാർക്കിൻസൺ കൈൻഡ് സിംറ്റംസ് തുടങ്ങുമ്പോൾ അധികം പേര് സംശയിക്കില്ല. അത് അങ്ങനെ സിംറ്റംസ് വരുന്ന വിഷപദാർത്ഥങ്ങളുണ്ട്. ഇപ്പൊ വെരിലിയം എന്നൊക്കെ പറഞ്ഞുള്ള വിഷമുണ്ട്, ന്യൂറോടോക്സിൻസ് ആണ്. അത് അതിന് നിറവില്ല, അതിന്റെ ഗുണം വെച്ചാൽ നിറവില്ല, മണമില്ല, രുചിയില്ല. ഇറ്റ്സ് കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്. അപ്പൊ കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് പൗഡർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് 100% സോല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. മദ്യത്തിലോ വെള്ളത്തിലോ ഇട്ടാൽ പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേർന്ന് പോകും. നിറമില്ല, രുചി വ്യത്യാസമില്ല, മണവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ന്യൂറോടോക്സിൻസ് ഉണ്ട്. അതൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ ആൾക്ക് കൈവറയ്ക്കാനും ടോക്സിൻ പ്രവർത്തനം മൂലം പാർക്കിൻസൺസ് കൈൻഡ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. അപ്പം അത് ഒരു ടോക്സോളജി വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിച്ചെങ്കിൽ അറിയത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സത്യങ്ങൾ പറയുവാനും, കാരണം വളരെ വലിയ ദിശാബോധം നൽകുവാൻ കഴിവുള്ള പൊട്ടൻഷ്യൽ പേഴ്സണാണ് തോമസ് മാർ അത്താനാസിയോസ്. ഞാൻ അദ്ദേഹം തിരിച്ചു വരണം എന്ന് പറഞ്ഞ് ഒരു ആഹ്വാനം ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ വീഡിയോ ചെയ്തതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിന് അത്ര വലിയ ശാരീരിക അവശതകളില്ലായിരുന്നു. എന്നാൽ തിരുമേനി തിരിച്ചു പോര്, അതാ നല്ലത് എന്ന് പറഞ്ഞ് പിന്നീട് കാണുന്ന വീഡിയോയിൽ അദ്ദേഹം ക്രമാതീതമായി വിറയ്ക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ആക്സസ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ ഉത്കണ്ഠകൾ പറയുന്നതാണ്. കാരണം നമുക്ക് സംശയിക്കാൻ തെളിവോ രേഖയൊന്നും വേണ്ട.
ഒരു പക്ഷേ ഞാൻ പറഞ്ഞ ഇന്ന ആള് അവിടെ കൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഈ പോയിസം കൊടുത്തായിരിക്കുന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഈ സാധ്യതയുണ്ട്. കാരണം ബോംബെയിൽ നിന്ന് ഇവിടെ ഒരു തിരുമേനി വരുമ്പോൾ ആ തിരുമേനി പുല്ലേപ്പടി റെയിൽവേ ട്രാക്കിൽ കിടന്നെങ്കിൽ സംശയിക്കാം. ഞാൻ യാക്കോബായ സഭയിലേക്ക്, എൻ്റെ മാതൃസഭയിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് പോയ ലോകപ്രശസ്തനായ ഒരു മെത്രാച്ചൻ അധികം താമസിക്കാതെ കാലം ചെയ്യുന്നു എങ്കിൽ അത് നമുക്ക് ന്യായീകരണമുണ്ട്. പക്ഷേ ഈ പല സംഭവങ്ങൾ ഒരേ സീരീസിൽ നടക്കുമ്പോൾ നമുക്ക് സംശയിക്കാം. അപ്പൊ ഇതൊക്കെ സംഭവിക്കാം. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയോട് അടുത്ത് നിൽക്കുന്ന ആളുകള് ഒരു ക്ലിനിക്കൽ സ്ക്രീനിങ്ങിന് അദ്ദേഹത്തെ വിധേയനാക്കണം. കാരണം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് തിരുമേനിയുടെ അഭ്യുദയകാംക്ഷികളും ഒക്കെ ആയിട്ടുള്ള, കാരണം തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയെ പോലെ അറിവും കഴിവും പാണ്ഡിത്യവും പ്രാഗൽഭ്യവും ഉള്ള തിരുമേനിമാര് മലങ്കര സഭ ഇരുവിഭാഗം കൂടെ കൂട്ടിയാലും കുറവാണ്. പക്ഷേ ഏതോ ഒരു ഈ ചങ്ങാതി നല്ലതല്ല. അതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. അദ്ദേഹം ഈ മണ്ണുത്തി മിലിത്യോസിന്റെ കൂടെ കൂട്ടുകൂടിയതാണ്. ബാഡ് കമ്പനി കറപ്റ്റ്സ് ദ ക്യാരക്ടർ എന്നാണ്. അങ്ങനെ ബാഡ് കമ്പനി ഓഫ് മണ്ണുത്തി രാജൻ കറപ്റ്റഡ് ദ ഗുഡ് ക്യാരക്ടർ ഓഫ് അത്താനാസിയോസ്. അതാ പറ്റിപ്പോയി. അങ്ങനെ ആ ക്യാരക്ടർ നശിച്ചു പോയി. അപ്പൊ എത്ര നശിച്ചാലും ഇപ്പൊ നമ്മുടെ ഒരു നോട്ട്, ഇപ്പം 500-ന്റെയോ 2000-ന്റെ ഒരു നോട്ടോ ഒക്കെ എത്ര മുഷിഞ്ഞാലും എത്ര ചെളി പറ്റിയാലും എത്ര കീറിയാലും അതിന് 2000-ന്റെ വാല്യൂ ഉണ്ട്. അതുപോലെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് ശുദ്ധമുള്ള പൗരോഹിത്യത്തെ സ്വീകരിച്ച മേൽപ്പട്ടക്കാരനായ തോമസ് മാർ അത്താനാസിയോസ് ഏത് ചെളിക്കുണ്ടിൽ വീണാലും ഏതെല്ലാം നാശകരമായ വഴിയെ സഞ്ചരിച്ചാലും സ്റ്റിൽ ആ ഒരു വാല്യൂ ഉണ്ട് അദ്ദേഹത്തിന്. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം എന്തെല്ലാം വഴികളിൽ പോയാലും. അതുകൊണ്ടാണ് ധൂർത്തനായ പുത്രൻ മടങ്ങി വരുമ്പോൾ പിതാവ് ചോദ്യം പറച്ചിലൊന്നുമില്ല. അവനെ മേത്തരമായ ഒരു അങ്കി അവനെ ധരിപ്പിക്കുകയാണ്, മോതിരം അവൻ ഇടിയിപ്പിക്കുകയാണ്, ചെരുപ്പ് അവന് കൊടുക്കുകയാണ്, കഴുത്തിൽ അവന്റെ ചുംബിച്ച് സ്വീകരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയോട് അടുത്ത ആളുകള് ഒരു ക്ലിനിക്കൽ സ്ക്രീനിങ്ങിന് വിധേയനാക്കണം. അത് പ്രത്യേകിച്ച് ഈ 2 വിഭാഗക്കാർക്കും അത് നല്ലതാണ്. നാളെ ഒരാരാണ് ഇപ്പം ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് നല്ലത്. കാരണം അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കാം. കാരണം ഇങ്ങനെ നമുക്ക് പല ആളുകൾ സംശയം പറയുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഒരു തറവ് ക്ലിനിക്കൽ റിപ്പോർട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊന്നും അല്ല, അദ്ദേഹത്തിന് സ്വാഭാവികമായ ഒരു അസുഖമായിരുന്നു എന്നതിന്റെ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പറഞ്ഞു മനസ്സിലാക്കാം. കാരണം ഇത് ആരോപണങ്ങളായിട്ട് വരും. ഞാനിതൊരു ആരോപണമായിട്ട് വെക്കുക. കാരണം ഞാനിത് കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ്, അയ്യോ നമ്മുടെ തിരുവേനിക്ക് എന്ത് പറ്റി എന്ന് തോന്നുകയാണ്. അപ്പൊ അത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ടോക്സിൻസ്, ഒരുപാട് ടോക്സിൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മാംഗനീസ് പോയിസണിങ് ഉണ്ട്, മാംഗനീസ് കൊണ്ട് പിന്നെ വാട്ടർ കോണ്ടാമിനേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് പക്ഷെ അത് ദാറ്റ് നീഡ് എ ക്രോണിക് എക്സ്പോഷർ ഓഫ് മാംഗനീസമാണ്. അപ്പൊ അത് ആക്ച്വലി ഒരു പാർക്കിൻസൺസ് കൈൻഡ് സിംറ്റംസ് കാണിക്കും. അതുപോലെ ഈ ലോ ലെവൽ എക്സ്പോഷർ ഓഫ് ലോങ് ടേം ലോ ലെവൽ എക്സ്പോഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് ഓൾസോ ഡു ദ സെയിം. അതുപോലെ കാർബൺ ഡൈസൾഫൈഡ്, അതുപോലെ ഈ പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, അതെല്ലാം പിന്നെ ഈസിലി റിവേഴ്സിബിൾ ആണ്. കാരണം അതിന്റെ സോഴ്സ് കണ്ടുപിടിച്ച് അത് റിമൂവ് ചെയ്താൽ മതി. അതായത് നിരന്തരമായി കീടനാശിനികൾ, ഈ വിഷങ്ങൾ, ഇതുമായിട്ടൊക്കെ നിരന്തര എക്സ്പോഷർ ഉള്ള ആള്, അതായത് ഈ മാസ്ക് ഒക്കെ വെക്കാതെ ഈ കീടനാശിനിയൊക്കെ സ്ഥിരമായിട്ട് അടിക്കുന്ന ആളുകളുണ്ടല്ലോ, ചെടിക്കും ഒക്കെ ഈ സ്പ്രേ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഗ്ലൗസ് ഇടാതെ മാസ്ക് വെക്കാതെ കീടനാശിനികൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ലോങ് ടൈം ഉപയോഗം കൊണ്ട് പാർക്കിൻസൺസ് രൂപപ്പെടും. ഇത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ഈ നമ്മുടെ അത്താനാസിയോസ് തിരുമേനി എവിടെയെങ്കിലും ചെടി വളർത്തുവോ, അദ്ദേഹം കീടനാശിനി അടിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ, കാരണം നമുക്ക് സംശയങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ടെട്രാഹൈഡ്രോപറൈഡിൻ, അതാണ് അതിന്റെ ശാസ്ത്രീയ നാമം. അതാണ് ഏറ്റവും എഫക്റ്റീവ്. ഞാൻ മുമ്പ് പറഞ്ഞാൽ സോലുബിൾ, അതുപോലെ അത് ഓർഡർലെസ് ആൻഡ് കളർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്. സോ അത് ഭയങ്കരമാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, ക്രൈമൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ.